ഇന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 28-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയായിരുന്നു റീത്ത അമ്മ ഒരുക്കിയിരുന്നത്. റീത്ത നല്ലൊരു പാചകക്കാരിയാണെന്ന് ലോനപ്പൻ പറയുന്നത് വെറുതെയല്ല. എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഭക്ഷണം കഴിച്ചു. ഓരോരുത്തർക്കും കൃത്യമായ അളവിൽ വേണ്ട സാധനങ്ങൾ അപ്പോൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു മിടുക്കി തന്നെയാണ് റീത്താമ്മ എന്ന് ചെറിയാച്ചന് തോന്നി. ഏതായാലും നല്ലൊരു സഹോദരിയായി എങ്കിലും കണക്കാക്കാൻ പറ്റിയ ആളാണ് അവർ. ഇനി എപ്പോൾ കോഴിക്കോട് വന്നാലും തീർച്ചയായും അവരുടെ വീട്ടിൽ പോകണം. ലോനപ്പനെയും റീത്താമ്മയെയും കാണണം. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, സ്വീകരണത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അവർ സൂപ്പറാണ്. ഭക്ഷണം കഴിഞ്ഞ് ഏതൊരു യാത്രയ്ക്ക് മുമ്പും ഉള്ളതുപോലെ ചെറിയ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞു. അത് അക്കാമ്മയുടെ നിർബന്ധത്തിന് തുടങ്ങിയതാണ്. ഇപ്പോഴത്തെ വഴിയും ആളുകളുടെ ഡ്രൈവിംഗ് രീതിയുമൊക്കെ അല്ലേ, എവിടെയും അപകടമുണ്ടാകാം. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചെറിയാച്ചൻ പറഞ്ഞു, തൻ്റെ വീട്ടിലേക്ക് വരാൻ അവനെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും റീത്താമ്മയ്ക്ക് തോന്നിയാലോ, താൻ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് ഫിനാൻസ് കമ്പനി നോക്കാൻ ജിൻസ് ഉണ്ടല്ലോ. ലോനപ്പൻ കുറച്ച് ദിവസം ഇവിടെ നിന്നും മാറി നിന്നാലും ഒരു കുഴപ്പവും വരാനില്ല. ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കണ്ട. നീ ഒരു ദിവസം മാനന്തവാടിക്ക് വാടാ. നമുക്ക് 2-3 ദിവസം ആഘോഷമായി അടിച്ചു പൊളിക്കാം. ഞാൻ വാങ്ങിയ ഒരു സ്ഥലമുണ്ട്, ഗോണിക്കുപ്പ. 50 ഏക്കർ ഏലത്തോട്ടമാണ്. ഞാനത് നിന്നോട് പറഞ്ഞായിരുന്നോ? അതിനകത്ത് തന്നെ ചെറിയൊരു വീടുണ്ട്. കുറേ ദിവസം തങ്ങാൻ മാത്രമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കി പോരാത്ത സാധനങ്ങൾ നമുക്ക് എത്തിച്ചു തരാൻ ആളുകളുമുണ്ട്. ഒരു കുറവും വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഗോണിക്കുപ്പയിലെ സ്ഥലത്തിൻ്റെ കാര്യം പറയാൻ ഇവൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ നേട്ടങ്ങളും ഇവൻ പറഞ്ഞായിരുന്നു. പറഞ്ഞത് തന്നെയാണ് വിചാരമെന്ന് തോന്നുന്നു. കർണാടകത്തിൽ എവിടെയെങ്കിലും ഒരു എസ്റ്റേറ്റ് വാങ്ങണമെന്ന് ലോനപ്പന് പണ്ടേ പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒഴിവായിട്ട് വേണമല്ലോ അവിടെ എവിടെയെങ്കിലും പോകാൻ. അതിന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ആളാണ് ചെറിയാച്ചൻ. നീ ആ സ്ഥലത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയതാണ് അല്ലേ നേരത്തെ? ഇല്ലെങ്കിൽ നിൻ്റെ സ്വഭാവത്തിന് നീ അതും പറയേണ്ടതാണ്. ബാക്കി നിനക്കുണ്ടായ നേട്ടങ്ങളുടെ കാര്യമെല്ലാം കൃത്യമായി അക്കമിട്ട് പറഞ്ഞില്ലേ? എന്നിട്ടും എന്തോ ഇത് മറന്നുപോയി. നേട്ടങ്ങൾ കുറേ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. ഏതായാലും എനിക്കൊന്ന് കർണാടകത്തിന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെയും കിടക്കട്ടെ കുറച്ച് സ്ഥലം. ഇനി ഏതവനെങ്കിലും സ്ഥലം പണയം വെച്ച് ലോൺ എടുത്താൽ അവസാനമായി അതും ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കും. മുഴുവൻ വിലയും കൊടുക്കേണ്ടി വരികയുമില്ല. അത് നോക്കിയാ ഇത്രകാലം നിന്നത്. എന്നാൽ ഒരുത്തനും വന്നില്ല. കമഴ്ന്നു വീണാൽ കാൽപ്പണവും കടിച്ചെടുത്തുകൊണ്ടേ എഴുന്നേൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഇവൻ്റെ ചിന്താഗതി ഭയങ്കരം തന്നെയാണ്. നേരത്തെ ഒന്നും ഇത്ര അരിപ്പയായിരുന്നില്ല. പിന്നീട് ഇവൻ എന്തു പറ്റിയാവൂ? അല്ലെങ്കിലും പണം പലിശയ്ക്ക് കൊടുക്കുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ താനും അതുപോലെ ആയി പോകും. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ പറയേണ്ട താമസമേ ഉള്ളൂ. ഞാൻ റെഡി. സ്ഥലം വേണമെങ്കിൽ സ്ഥലം വാങ്ങാം. അതല്ല, അവിടെ പോയി കണ്ടിട്ട് മതിയെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഏത് കാര്യം വേണമെങ്കിലും വിളിച്ചു പറയേണ്ട താമസമേ ഉള്ളൂ. എന്നാൽ ഇനിയും അധിക സമയം വർത്തമാനം പറഞ്ഞു നിന്നാൽ ഇന്നും ഞാൻ ഇവിടെ തന്നെ കൂടും. അക്കാമ്മ പേടിച്ച് വല്ലാതെ ആവുകയും ചെയ്യും. പാവത്തിനെ എന്തിനു പേടിപ്പിക്കണം? എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്. ശശി നേരത്തെ തന്നെ ജീപ്പിൽ പോയി കയറിയിരുന്നായിരുന്നു. അവൻ വിചാരിച്ചു, ഏതായാലും ഇച്ചായൻ്റെ അടുത്ത ഏതോ ആളാണ്. ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോലും
ഇത്ര കാര്യമായി വർത്തമാനം പറഞ്ഞു നിൽക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും കുറച്ചു സമയം എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്നും സ്ഥലം കാലിയാക്കുന്നതാണ് ഇച്ചായൻ്റെ ഒരു രീതി. ഒരു മിനിമം അകലം എല്ലാവരിൽ നിന്നും അയാൾ സൂക്ഷിക്കാറുണ്ട്. ഇവിടെ പിന്നെ എന്തു പറ്റിയോ ആവൂ. ഏതായാലും പോണ വഴി ചോദിക്കാം. തന്നെ ഉള്ളപ്പോഴാകുമ്പോൾ അച്ചായനോട് എന്നാ വേണേലും ചോദിക്കാം. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ചെറിയാച്ചൻ ജീപ്പിൽ വന്ന് കയറി. എങ്ങനെയാ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കട്ടെ? നമ്മൾ പോവുകയല്ലേ? പുറപ്പെടാൻ തീരുമാനിച്ചതിൽ നിന്നും 2 മണിക്കൂർ വൈകി. സമയമൊന്നും നോക്കിയില്ലല്ലോ. ഇത് സ്ഥിരമുള്ള പരിപാടിയല്ലല്ലോ. സാധാരണ എവിടെ പോയാലും ഇച്ചായൻ കൃത്യസമയത്ത് തിരിച്ചു വരുന്നതാണ്. ഇന്ന് ഏതായാലും വൈകും. നേരത്തെ ചേച്ചി വിളിച്ചപ്പോൾ പുറപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതാ. തന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അക്കാമ്മയുടെ പുതിയ പരിപാടിയാണ് എത്രയും വേഗം ശശിയെ വിളിക്കുക എന്നത്. അങ്ങനെയാകുമ്പോൾ കാര്യമായ തിരക്കൊന്നും കാണില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. ജീപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവൻ ഫോൺ എടുക്കുകയും ചെയ്യും. കൃത്യമായ വിവരവും കിട്ടും എന്നതാണ് ഏറ്റവും മെച്ചമായി അവൾ കാണുന്നത്. അപ്പോൾ തന്നെ പുറപ്പെടുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോടാ. എന്നിട്ടും നീ ചാടിക്കയറി അക്കാമ്മയോട് ഇപ്പോൾ പുറപ്പെടുകയാണെന്ന് പറഞ്ഞത് എന്തിനാ? നീ പറഞ്ഞാൽ അവൾ അത് കൃത്യമായി വിശ്വസിക്കും. അപ്പോൾ നമ്മൾ അവിടെ എത്താൻ വൈകിപ്പോയാൽ അവൾ ഭയപ്പെടില്ലേ? എന്താന്ന് പറഞ്ഞാലും അവളെ പേടിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇച്ചായന് ചേച്ചി കഴിഞ്ഞ് മാത്രമേ എന്തും ഉള്ളൂ എന്ന് ഇത്ര കാലഘട്ടം കൊണ്ട് ശശിക്ക് ശരിക്കും മനസ്സിലായതാ. അതുകൊണ്ട് അത്രയും പറഞ്ഞപ്പോൾ അവൻ ചുമ്മാ ഒന്ന് മൂളിയത് മാത്രമേ ഉള്ളൂ. എനിക്ക് നന്നായി അറിയാം എന്ന അർത്ഥത്തിൽ. ശശി നല്ല വേഗതയിൽ തന്നെ വാഹനം ഓടിക്കാൻ തുടങ്ങി. താരതമ്യേന ട്രാഫിക് കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് ഉദ്ദേശിച്ച വേഗതയിൽ തന്നെ അവന് പോകാൻ കഴിഞ്ഞു. കോഴിക്കോടിൻ്റെ തിരക്കിൽ അധികം പെടാതെ താമരശ്ശേരി വഴിയിലേക്ക് കയറാൻ ഒരു പോക്കറ്റ് റോഡിൽ കൂടി പോകാൻ ലോനപ്പൻ്റെ ഡ്രൈവർ ശശിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അവരുടെ വീട്ടിൽ നിന്നിറങ്ങി കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ മുതൽ ശശി മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. വേറെ വഴിക്കാണ് അവൻ പോകുന്നത് എന്ന് തോന്നിയപ്പോൾ അതെന്താണെന്ന് ചെറിയാച്ചന് മനസ്സിലായില്ല. ആ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തതാണ് ഇത്. അതുകൊണ്ട് അങ്ങോട്ട് പോയതിനേക്കാൾ വളരെ വേഗത്തിൽ താമരശ്ശേരിയും അടിവാരവും കടന്ന് ചുരം കയറാൻ തുടങ്ങി. അടിവാരത്തൊന്ന് നിർത്തി ചായ കുടിക്കാറുള്ളതാണ്. വൈകിയതുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ എടുത്തതിനേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ എത്തിയില്ലേ ശശി? എന്നാൽ അത്ര വലിയൊരു സ്പീഡ് ഇല്ലായിരുന്നു താനും. നീ വല്ല പുതിയ വഴിക്ക് കൂടിയാണോ വന്നത്? കോഴിക്കോട് നിന്നും താമരശ്ശേരി റോഡിലേക്ക് കയറാൻ വേണ്ടി ഒരു കുറുക്കു വഴി പറഞ്ഞു തന്നായിരുന്നു എന്ന വിവരം ശശിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ലോനപ്പൻ മുതലാളിയുടെ ഡ്രൈവറില്ലേ രാമൻ, അയാൾ കുറച്ച് കുറുക്കു വഴികൾ പറഞ്ഞു തന്നു. അധികം ആളുകൾക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ആ വഴി വാഹനങ്ങൾ തീരെ കുറവാണ്. തന്നെയുമല്ല പുതിയതായി പണിത റോഡായതുകൊണ്ട് സൂപ്പർ റോഡുമാണ്. വണ്ടി പായുന്നത് വണ്ടിയിലിരിക്കുന്നവർ അറിയുക പോലുമില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞ നിമിഷം കൊണ്ട് നമ്മൾ താമരശ്ശേരി കടന്നത്. ഇപ്പോൾ നമ്മൾ ചുരത്തിലെത്തിയില്ലേ? ഇനി ചുരത്തിൽ തടസ്സങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഏതായാലും ചേച്ചിയോട് പറഞ്ഞ സമയത്ത് തന്നെ നമുക്കവിടെ എത്താം. ചേച്ചി പേടിക്കില്ല, ഉറപ്പിക്കാം. ആ വഴികൾ ഓർത്തു വച്ചു. നമുക്ക് ഇനി ഏതെങ്കിലും കാരണവശാൽ പോകേണ്ടി വന്നാൽ എളുപ്പത്തിൽ അവിടെ എത്താമല്ലോ. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ വല്ലാണ്ട് ചുറ്റിയല്ലേ എത്തിയത്. ഇപ്പോൾ പോന്ന കണക്കിന് എണ്ണച്ചെലവും കുറേയേറെ ലാഭമുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അവസാനം ലാഭത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടെത്തിക്കും. ഈ ചെറിയാച്ചൻ്റെ ഒരു പ്രത്യേകതയാണത്. സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോഴേക്കും അവർ പുല്ലാങ്കുളത്ത് അവരുടെ വീട്ടിലെത്തി. ചെറിയാച്ചനെ അവിടെ ഇറക്കി വിട്ടിട്ട് ശശി വണ്ടിയുമായി അവൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ പലപ്പോഴും അതാണ് രീതി. അല്ലെങ്കിൽ പിന്നെ അവന് പോകാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അതാണ് അങ്ങനെ ചെയ്യാൻ ചെറിയാച്ചനെ പ്രേരിപ്പിക്കുന്ന ഘടകം.
മാത്രവുമല്ല ഏത് സമയത്ത് ആവശ്യം വന്നാലും അവനെ വിളിക്കേണ്ട താമസമേ ഉള്ളൂ. കൃത്യമായി അവൻ ഇവിടെ എത്തിക്കൊള്ളും. ഇത്ര കാലമായിട്ട് ഒരിക്കൽ പോലും അതിനൊരു തടസ്സം വന്നില്ല. അവൻ സമയത്ത് വരാത്തതുകൊണ്ട് തനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവനെയും പരമാവധി വിഷമിപ്പിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. വീട്ടിൽ വന്ന് കുരിശുവരെയും ഭക്ഷണവും കഴിഞ്ഞ് അക്കാമ്മയോട് പോയതിൻ്റെ കഥകളെല്ലാം വിശദമായി പറഞ്ഞു. നേരത്തെ ഒരിക്കൽ എപ്പോഴോ പറഞ്ഞതാണ് പഴയ സുഹൃത്തിൻ്റെ കാര്യം. നാട്ടിലെ കാര്യം എന്തോ പറഞ്ഞു വന്നപ്പോഴായിരുന്നു അന്ന് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് പോവുകയോ അവരെ ആരെയെങ്കിലും കാണുകയോ ചെയ്യാത്തതുകൊണ്ട് അവൾക്കും തീരെ പരിചയമില്ലായിരുന്നു. പറഞ്ഞു കേട്ടിടത്തോളം അക്കാമ്മയ്ക്കും വളരെ ഇഷ്ടമായി. അവരെയും അവരുടെ വീടുമെല്ലാം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് അവളുടെ മനസ്സിൽ തോന്നുകയും ചെയ്തു. ജിൻസിനെ കൊണ്ടുവന്ന് മാനന്തവാടിയിൽ നിർത്തുന്ന പദ്ധതി പറഞ്ഞപ്പോൾ മാത്രമാണ് അക്കാമ്മയുടെ മുഖം വാടിയത്. എന്തുകൊണ്ടാണെന്ന് പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്നാലും അവൾക്ക് എന്തോ ഇഷ്ടക്കേട് അതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ല. കുത്തി കുത്തി ചോദിച്ചപ്പോൾ അവസാനം അവൾ പറഞ്ഞു, പ്രായമായി വരുന്ന ഒരു പെങ്കൊച്ച് ഈ വീട്ടിലുണ്ട്. എനിക്കത് ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എങ്ങോട്ട് വേണമെങ്കിലും തിരിയുന്ന മനസ്സുള്ള ഒരു പ്രായമാണ്. ഈ കാലഘട്ടത്തിൽ പരമാവധി സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ്, പ്രത്യേകിച്ചും അമ്മമാരാണ്. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ആരെയും വിശ്വാസമില്ലാത്ത ഒരു വർഗമാണ് ഈ അമ്മമാർ. അവർക്ക് വിശ്വാസമുള്ള ഒരേ ഒരു ആളുകൾ അവരുടെ മക്കൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ സ്ഥാനത്ത് കാണേണ്ട ഒരാളെ പറ്റിയല്ലേ ഇങ്ങനെ സംശയം വരുന്നത്? പക്ഷേ മകൻ്റെ സ്ഥാനത്ത് കാണുന്നതല്ലേ ഉള്ളൂ. ഒരു വശത്ത് സ്വന്തം മകൾ തന്നെയാണ്. അതാണ് പ്രശ്നം. അതിന് നീ തന്നെ പറയാറുള്ള ഉപമയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എവിടെ നിന്നോ വെള്ളപ്പൊക്കം വരുന്നു എന്നും പറഞ്ഞ് ഇപ്പോഴേ മുണ്ടുയർത്തേണ്ട ആവശ്യമുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം. അവനിവിടെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്നത് രണ്ടാമത്തെ കാര്യം. അവൻ വന്നാൽ പോലും മാനന്തവാടിയിലെ കാര്യത്തിനാണ് വരുന്നത്. അവൻ ഇവിടെ വന്ന് നിൽക്കുമെന്ന് കരുതുകയേ വേണ്ട. ഇവർ തമ്മിൽ കാണുമെന്ന് പോലും വിചാരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വിചാരിക്കേണ്ട കാര്യവുമില്ല. ഇനി അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചായൻ്റെ പണത്തോടുള്ള ആക്രാന്തം മൂത്തിട്ട് പുതിയ എന്തോ പദ്ധതിയാണ് ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നത്. അത് മിക്കവാറും തനിക്ക് സമ്മതിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് വേണം വിചാരിക്കാൻ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചെറിയ ഒരു സംശയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. നേരെ ചൊവ്വേ അങ്ങ് പറയുകയല്ലേ വേണ്ടത്. എനിക്കപ്പോഴേ മനസ്സിലാക്കാനുള്ള ത്രാണിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് വെറുതെ എൻ്റെ ഇല്ലാത്ത ബുദ്ധി കളയണ്ടേ. എന്നോ ഒരിക്കൽ ചെറിയാച്ചൻ അക്കാമ്മയ്ക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഒരു തവണയേ പറഞ്ഞുള്ളൂ. അതിന് അന്ന് കാലം മുതൽ താങ്ങുന്നതാണ്. ജിൻസ് ആളുമിടുക്കനാണ്. റിൻസിയുമായി നോക്കുമ്പോൾ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതത്ര വലിയ വ്യത്യാസമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ രണ്ടിനെയും കൂട്ടിക്കെട്ടി കൊടുത്തേക്കണം. സുഖമായി ജീവിക്കാനുള്ള വക അവിടെയും ഇവിടെയും ഉണ്ട്. ഒരു തരത്തിലും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയെന്നേ ഉള്ളൂ. നിനക്ക് എൻ്റെ മനസ്സറിയാവുന്നതുകൊണ്ട് നിനക്കത് പിടികിട്ടി. അപ്പോൾ ആലോചിച്ചത് എത്ര ശരി. അതാണ് ഇച്ചായൻ. കൂട്ടുകാരൻ പണക്കാരനല്ലായിരുന്നെങ്കിൽ ഇച്ചായന് ഇങ്ങനെയൊരു തോന്നൽ തോന്നില്ല. ഈ ദിവസങ്ങളിൽ അവിടെ നിൽക്കുകയുമില്ല. പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടിയിരുന്നു. അവരോട് പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. ഒറ്റ നോട്ടത്തിലോ ഒറ്റ കാഴ്ചയിലോ ഒന്നും ആരെയും കൃത്യമായി വിലയിരുത്താൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ചുനാൾ കണ്ട് പരിചയപ്പെട്ട് സ്വഭാവമൊക്കെ മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം തൃപ്തികരമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അത്രയും കാലം
നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ചെറിയാച്ചൻ ഒന്ന് നീട്ടി മൂളിയെങ്കിലും അത് അത്ര തൃപ്തിയുടെ മൂളലല്ല എന്ന് അക്കാമ്മയ്ക്ക് അപ്പോഴേ മനസ്സിലായി. എങ്കിലും അവൾ അതിനെപ്പറ്റി പ്രതികരിക്കാനൊന്നും പോയില്ല. അങ്ങനെ ഒറ്റ കാഴ്ചയിൽ ഒരാളെ നല്ലത് എന്ന് പറയാൻ പറ്റുമോ? അവരുടെ പദ്ധതികളിൽ വല്ല കെണികളും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ന്യായമായും സംശയം തോന്നില്ലേ? അങ്ങനെയെങ്ങാനും ഉണ്ടാകുമോ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി വായിക്കട്ടെ എന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.